ആഗോള വിപണിയിൽ ക്രൂഡ് വില അനുദിനം വർദ്ധിക്കുന്നു. കഴിഞ്ഞ മാസം ആദ്യം ഒപെക് പ്ലസ് യോഗ തീരുമാനങ്ങൾ വിപണികൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതിനെ തുടർന്ന് $77-78 ഇടിഞ്ഞ ബാരൽ വിലയാണ് കുതിക്കുന്നത്. നിലവിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $87 WTI ക്രൂഡ് ബാരലിന് $83 വ്യാപാരം പുരോഗമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എണ്ണ ഡിമാൻഡ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ ഉയരുന്ന ഡിമാൻഡ് മുന്നിൽ കണ്ടാണ് വർഷാവസാനത്തോടെ ഉൽപ്പാദന നിയന്ത്രണം ഭാഗികമായി പിൻവലിക്കുമെന്ന് ഒപെക് പ്ലസ് വ്യക്തമാക്കിയത്. അധികം വൈകാതെ ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $90 കടക്കുമെന്നാണ്. ഹൈലൈറ്റ്സ്. ക്രൂഡ് ഓയിൽ വിലയിൽ മുന്നേറ്റം നേട്ടമാക്കുന്ന ഇന്ത്യൻ കമ്പനികൾ. പൊതുമേഖല ഓഹരികളാണിത്. സമ്പദ്വ്യവസ്ഥയുടെ പല ഭാഗങ്ങളെയും ബാധിക്കുന്ന ഏറ്റവും നിർണായക വ്യവസായങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ എണ്ണ വാതക മേഖല. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവ് എന്നതിലുപരി ഇന്ത്യയ്ക്ക് എണ്ണയുടെ തുടർച്ചയായ ആവശ്യം അനുഭവപ്പെടുന്നു. ഈ മേഖലയെ നിക്ഷേപത്തിന് വളരെ ആകർഷകമാക്കുന്നു. അസം, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയൊരു പങ്ക് സംഭാവന ചെയ്യുന്നു. ഇന്ത്യയിലെ മികച്ച എണ്ണ വാതക സ്റ്റോക്കുകൾ: 1. ONGC, 2. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്, 3. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, 4. പെട്രോനെറ്റ് LNG ലിമിറ്റഡ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. മഹാരത്ന ONGC ക്രൂഡ് ഓയിൽ പ്രകൃതി വാതക ഉൽപ്പാദനത്തിലും പര്യവേക്ഷണത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. മണ്ണെണ്ണ, പെട്രോൾ, നാഫ്ത, ഡീസൽ, പാചകവാതക LPG തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവായി HPCL, MRPL, BPCL, IOC തുടങ്ങിയ താഴെത്തട്ടിലുള്ള കമ്പനികൾ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നു. എണ്ണ, വാതക പര്യവേക്ഷണം, ഉൽപ്പാദനം, അനുബന്ധ എണ്ണപ്പാട സേവനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇൻ-ഹൌസ് സേവനശേഷികൾ കൈവശം വച്ചുകൊണ്ട് ONGC സ്വയം വേറിട്ടു നിൽക്കുന്നു. കൂടാതെ ONGCയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ONGC വിദേശ് ലിമിറ്റഡ് 15 രാജ്യങ്ങളിലായി 35 എണ്ണ, വാതക ആസ്തികൾ കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കമ്പനിയാണ്. പ്രഡിക്ഷൻ. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് മുമ്പ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്നു. പ്രകൃതി വാതകത്തിന്റെ വ്യാപാരം, പ്രക്ഷേപണം, ഉൽപ്പാദന വിതരണം എന്നിവയിൽ പ്രാഥമിക താൽപ്പര്യമുള്ള ഒരു ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കോർപ്പറേഷനാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. 1984 സ്ഥാപിതമായ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്തിന്റെ നേട്ടത്തിനായി പ്രകൃതി വാതകത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. നിലവിൽ കമ്പനിയുടെ 51.45% ഓഹരികൾ ഇന്ത്യൻ സർക്കാരിന്റെ കൈവശമുണ്ട്. പ്രകൃതി വാതക പൈപ്പ് ലൈനുകൾ, LPG പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ, വാതക സംസ്കരണ പ്ലാന്റുകൾ, പെട്രോകെമിക്കൽ പദ്ധതികൾ എന്നിവയുടെ വിപുലമായ ശൃംഖല ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഗെയിൽ പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും നഗരവാതക വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നതിനാൽ വിദേശത്ത് നിരവധി രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്. പ്രഡിക്ഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു എണ്ണക്കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ എണ്ണക്കമ്പനിയാണ് ഇത്. ഇന്ത്യൻ ഓയിൽ കമ്പനിയും അതിന്റെ ഉപകമ്പനികളും ചേർന്ന് ഇന്ത്യൻ പെട്രോളിയം വിപണിയിൽ മൊത്തം 47% പങ്കാളിത്തമാണുള്ളത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രകൃതി വാതകത്തിന്റെയും എണ്ണയുടെയും ഉത്പാദനം, ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകത്തിന്റെയും വിപണനം, പൈപ്പ് ലൈനുകൾ, ഗതാഗതം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പ്രഡിക്ഷൻ. പെട്രോനെറ്റ് LNG ലിമിറ്റഡ്. 1998 സ്ഥാപിതമായ പെട്രോനെറ്റ് LNG ലിമിറ്റഡിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. കമ്പനി പ്രാഥമികമായി ദ്രവീകൃത പ്രകൃതി വാതകം ഇറക്കുമതി ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും പ്രവർത്തിക്കുന്നു. കൂടാതെ പ്രകൃതി വാതക ബിസിനസ് വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. കൊച്ചി LNG ടെർമിനൽ, ദഹേജ് LNG ടെർമിനൽ,
സോളിഡ് കാർഗോ പോർട്ട് ടെർമിനൽ എന്നിവയുൾപ്പെടെയുള്ള ടെർമിനലുകൾ നിയന്ത്രിക്കുന്നത് പെട്രോനെറ്റ് LNG ലിമിറ്റഡാണ്. പ്രഡിക്ഷൻ. ആഗോള വിപണിയിൽ ക്രൂഡ് വില അനുദിനം വർദ്ധിക്കുന്നു. ആഗോള വിപണിയിലെ എണ്ണവില വർധന പണപ്പെരുപ്പ ആശങ്കകൾ വീണ്ടും സജീവമാക്കുന്നുണ്ട്. ഇത് കേന്ദ്ര ബാങ്കുകളുടെ നിരക്ക് കുറയ്ക്കൽ നയം വീണ്ടും വൈകാന് വഴിവെച്ചേക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇതോടകം ഭക്ഷ്യവിലക്കയറ്റം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആഗോള എണ്ണവില ഇനിയും വർദ്ധിച്ചാൽ പ്രാദേശിക ഇന്ധനവില വർദ്ധിപ്പിക്കാതെ എണ്ണക്കമ്പനികൾക്ക് പിടിച്ചുനിൽക്കാൻ സാധിക്കില്ലെന്നു സാരം. പെട്രോൾ, ഡീസൽ വില ഇപ്പോൾ വർദ്ധിച്ചാൽ എരിത്തിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമമാകും അത്. പണപ്പെരുപ്പം വീണ്ടും വർദ്ധിച്ചാൽ RBIയുടെ നിരക്ക് കുറയ്ക്കൽ വീണ്ടും നീണ്ടേക്കും. ഇന്ത്യയിലും ഊർജ്ജ ആവശ്യകത നാൾക്കുനാൾ വർദ്ധിച്ചുവരികയാണ്. കൺക്ലൂഷൻ. 4 ആഴ്ചകളായി എണ്ണവില തുടർച്ചയായി മുകളിലോട്ടാണ്. ഒപെക്കിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള കുറഞ്ഞ ക്രൂഡ് കയറ്റുമതി, വേനൽക്കാലത്തെ ക്രൂഡ് ഇൻവെന്ററി ഇടിവ്, ഉയർന്ന സീസൺ ഡിമാൻഡ് എന്നിവ വിലയെ മുകളിലേക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഉയർന്ന ഫെഡ് നിരക്ക്, മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം എന്നിവയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇനിയും ക്രൂഡ് ഓയിൽ വില മുന്നേറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. Thank you.